പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു മുൻ വീഡിയോയിൽ ചെയ്ത മാതിരി അതിൽ സോഹോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടും കമ്പനിയെ പറ്റിയിട്ടുമാണ് നമ്മൾ സംസാരിച്ചിരുന്നത്. ഇന്ന് നമ്മൾ മറ്റൊരു വ്യക്തിയാണ് പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് ശ്രീധർ എന്നാണ്. ചെന്നൈ IITയിൽ നിന്ന് ബിടെക് കഴിഞ്ഞ് അവിടെ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹത്തിന് കിട്ടിയത് ബിടെക്കിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കിട്ടിയത്. കമ്പ്യൂട്ടർ സയൻസ് അദ്ദേഹത്തിന് കൊടുത്തില്ല. ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ പഠിക്കുമ്പോൾ തന്നെ രാത്രികാലങ്ങളിൽ രാത്രിയേറെ വൈകി ലൈബ്രറികളിൽ ചെന്നിരുന്ന് സ്വയം കോഡിങ് പഠിച്ച് എയിൽ വൈദഗ്ധ്യം തെളിയിച്ച ആളാണ് ശ്രീ അരവിന്ദ് ശ്രീനിവാസ്. അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളും അദ്ദേഹം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 57 വയസ്സുകാരനാണ്. 68 ജനിച്ചയാണ്. അദ്ദേഹം ഗൂഗിളിന്റെ ക്രോം അദ്ദേഹത്തിന്റെ കമ്പനിയെ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചു ഗൂഗിൾ അദ്ദേഹത്തിന്റെ കമ്പനി ഏറ്റെടുക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം തിരിച്ചു ചോദിച്ചതാണ്, നിങ്ങളുടെ ക്രോം എനിക്ക് തരുമോ? അത്രയ്ക്ക് വലിയ ഒരു കോടീശ്വരൻ കൂടെയാണ്, ഒരു എന്റർപ്രന്യൂറും ടെക്നിക്കൽ എന്റർപ്രന്യൂറും ഒരു കോടീശ്വരനും കൂടെയാണ് ശ്രീ അരവിന്ദ് ശ്രീനിവാസ്. ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലെത്തി വളരെ ത്യാഗങ്ങൾ സഹിച്ച് പുള്ളിക്കാരൻ കോഡിങ്ങില് ഒരു അതോറിറ്റി ആയിട്ട് മാറി. വലിയ ഒരു ശിഷ്യവൃന്ദവും അദ്ദേഹത്തിനുണ്ട്. മറ്റു 3 പേരുമായിട്ട് ചേർന്നാണ് അദ്ദേഹം പെർപ്ലക്സിറ്റി എന്ന കമ്പനി രൂപീകരിച്ചത്. ആ കമ്പനി ഒരു പാൻ ഇന്ത്യൻ കമ്പനിയായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. നമുക്കറിയാം, ആത്മനിർഭർ ഭാരതിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിലും ഡിഫൻസിൽ ഏകദേശം നമുക്ക് ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്, 70% ഇന്ത്യയിൽ നിർമ്മിക്കണം എങ്കിലേ നമ്മൾ വാങ്ങൂ. അപ്പോൾ കഴിഞ്ഞ മാസം ശ്രീ നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം എല്ലാവരും ഇന്ത്യൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കണം എന്നും വിദേശ രാജ്യങ്ങളോടുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പെർപ്ലക്സിറ്റി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയും വളരെ സക്സസ് ആയിട്ട് കഴിഞ്ഞ 2 വർഷം കൊണ്ട് അവരുടെ വളർച്ച ഏകദേശം 20 ഈ ഒരു അത്ഭുത കമ്പനിയായ ഈ കമ്പനി നമ്മുടെ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൂടെ, അതായത് ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്ന വരുമാനങ്ങൾ ഡാറ്റ നഷ്ടപ്പെടാതിരിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ്. നമ്മൾ യൂട്യൂബിലായാലും ജിമെയിലിനായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായാലും ഇൻസ്റ്റാഗ്രാമിനായാലും ഫേസ്ബുക്കിനായാലും ഇന്ത്യൻ പതിപ്പുകൾ ഇറക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നയം. ഈ നയത്തിന് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ സെറ്റിലായിട്ടുള്ള ഇന്ത്യക്കാര് പൂർണ്ണ മനസ്സോടെ അദ്ദേഹവുമായിട്ട് സഹകരിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇന്ത്യക്കാലം കൂടുതൽ നരേന്ദ്രമോദി അമേരിക്കയിൽ ചെല്ലുമ്പോൾ മോദി വിളികൾ കൂടുതൽ കേൾക്കുന്നത് നമ്മൾ അമേരിക്കയിലാണ്. ഇപ്പം മോദിയോട് സ്നേഹമുള്ള, ഇന്ത്യയോട് സ്നേഹമുള്ള, കടപ്പാടുള്ള, പ്രതിബദ്ധതയുള്ള ഇന്ത്യക്കാര് ട്രംപിന്റെ യൂറോപ്യൻ രാജ്യങ്ങളുടെയും എല്ലാം മേധാവിത്വം അവസാനിപ്പിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. നമുക്ക് എല്ലാവർക്കും അവർക്ക് ഒരു കയ്യടി കൊടുക്കാം, സപ്പോർട്ട് കൊടുക്കാം, അവരുടെ സോഫ്റ്റ്വെയർ നമുക്ക് ഉപയോഗിക്കാം. നന്ദി, നമസ്കാരം.